അച്ഛാ, അപ്പുറത്തെ വീട്ടിലാരാ താമസം? എടാ, മുമ്പേ തന്നെ ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ല ആ വീട്ടിൽ ആരുമില്ലാന്ന്. ആരുമില്ലെന്നോ? ആ എടാ, പ്രേതവും ഭൂതവും ഒക്കെ വരുന്നിടത്ത് ആരെങ്കിലും ഇരിക്കോടാ അവിടെ? അതല്ല അച്ഛാ, ആ ബംഗ്ലാവിൽ ആൾക്കാർ താമസിക്കുന്നത് ഞാൻ കണ്ടല്ലോ. എടാ, ഈ നാട്ടില് ചിലരൊക്കെ ഉണ്ടല്ലോ, പെണ്ണുങ്ങൾ അവിടെ കൊണ്ടുവന്നിട്ട് ഇല്ലാത്ത തോന്നിയവസമൊക്കെ കാണിക്കൂടാ. നമ്മുടെ അപ്പുവേട്ടനെ നിനക്ക് അറിഞ്ഞൂടെ? അവനെന്തോ അവന്റെ കുടുംബ സ്വത്താണെന്നുള്ള വിചാരത്തില് ആ സ്ഥലം അവന്റെയാന്ന് പറഞ്ഞ് അവിടെ വരുന്നവരുടെ കയ്യിൽ നമുക്ക് കാശ് പിടിച്ച് മേടിക്കൂടാ. അങ്ങനെ അവിടെ വന്ന ആരെങ്കിലും ഒരാളായിരിക്കും നീ കണ്ടിട്ടുള്ളത്, സംശയിക്കണ്ട. ഒരുപാട് പേര് അങ്ങനെ ഇങ്ങനെയൊക്കെ പറയുന്നത് ഞാനും കേട്ടിട്ടുണ്ട്. ആ കൊട്ടാരത്തിലെ റാണിയുടെ ആത്മാവ് അവിടേക്ക് അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നു എന്നൊക്കെ പറയുന്നത് ഞാനും കേട്ടിട്ടുണ്ട്. പക്ഷേ ഞാനിതുവരെ കണ്ടിട്ടില്ല, കണ്ടിട്ടേ ഇല്ല. അപ്പൊ അച്ഛൻ പറയുന്നത് സത്യമാണെങ്കിൽ സ്വപ്ന, വെണ്ണില, ആന്റി ഇവരൊക്കെ ആരാ? സ്വപ്ന സ്വപ്ന മരിച്ചെന്നോ? എങ്ങനെ ഇരിക്കുന്നത്? ഞാൻ കണ്ട ബംഗ്ലാവ് അതെങ്ങനെ ഈ അവസ്ഥയിലേ? ദൈവമേ, എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. ഈ ചോക്ലേറ്റ് ഇത് ഞാൻ സ്വപ്നയ്ക്ക് വേണ്ടി കൊണ്ടുവന്നതാണല്ലോ. ഈ ചോക്ലേറ്റ് വെണ്ണിലേക്ക് കൊടുത്താണല്ലോ. അപ്പോ ഇതെല്ലാം എന്റെ തോന്നലാണോ?
എന്താ നിന്റെ ഈ കോലം? എന്താ സംഭവിച്ചേ? എങ്ങനെ സംഭവിച്ചേ? കുറച്ചു നേരം മുന്നേ വരെ നമ്മൾ ഒരുമിച്ചല്ലേണ്ടായിരുന്നേ. ഇതിനൊക്കെ കാരണം ആരാ? ഇവരാണ് കാരണം. ആര് കണ്ടാലും ഒറിജിനൽ ആണെന്ന് വിചാരിക്കുള്ളൂ. ഈ പ്രേതത്തിനെ ഒറിജിനൽ പോലെ ഉണ്ടത് ഇത്. അത്ര അഭിനയമല്ലേ? ഈ ക്യാമറ കൂടെ നോക്കാൻ എനിക്ക് പേടിയാകും ഇപ്പൊ. അടിപൊളി ഐശ്വര്യമുള്ള പ്രേതമാ. ചുടുകാട്ടിൽ നിന്ന് നേരെ വന്ന പോലെ ഉണ്ട്. അയ്യോ 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 അയ്യോ, ഇത് പിടിക്കണ. അത്ഭുതമായിരിക്കുന്നു. ഒറിജിനൽ പ്രേതം പോലെയുണ്ട്. ഓക്കെ, ഞാൻ എടുക്കുന്ന പടത്തിലല്ല ഇനി നീ പ്രേതം. പ്രേതത്തിന്റെ മാല പടക്കവാ. നാളെ തേങ്ങ ഉടച്ച് പൂജ ഇടുന്ന സിനിമയ്ക്ക് നിനക്ക് റോള് കൺഫേം. ഈ വിവരക്കേടിന് എന്താ ചെയ്യേണ്ടത് എനിക്കറിയാം. നീ എന്താണ് ഇവിടെ? നീ ആരാന്ന് വിചാരിച്ച? ഡയറക്ടറോ? അതാടാ. ഈ സമയത്ത് എന്താ നിനക്ക് ഇവിടെ പരിപാടി? എനിക്ക് പണിയില്ലാത്തതുകൊണ്ടല്ല നിന്റെ അനിയത്തി വെച്ച് ഞാൻ ഷോർട്ട് ഫിലിം ചെയ്തത്. അപ്പുവേട്ട റെക്കമെൻഡ് ചെയ്തുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ ഡിങ്ക് ഡിങ്ക നീ പടത്തിൽ അഭിനയിപ്പിച്ചത്. അവനാ? അതെ, അവനും നിനക്കും കൂടി ചേർത്തിട്ട് ഒരുമിച്ചായിരിക്കും ഞാൻ തരുന്നത്. ഇറങ്ങി പോടാ അവിടുന്ന്. എടി വീട്ടിൽ പോടി. നീ ആരെ ഇതിനിടയ്ക്ക്? കൊണ്ടുപോ വേഗം പ്രയത്നം അങ്ങോട്ട് കൊണ്ടുപോ. പോയി ഷോട്ട് എടുക്കാൻ നോക്ക്. ഒരു കാര്യം കേട്ടോ, മര്യാദക്ക് സംസാരിക്കാൻ പഠിക്കേ. നിന്നെ വെച്ച് വേണമെങ്കിലും ഞാൻ പടം എടുക്കും. അന്ന് എന്റെ അവസാനം ആയിരിക്കും. വിട്ടോ. കണ്ടല്ലോ നീർമണി നിറ കണ്ണിൽ നീ കൈ ഏകൂ പ്രിയ, പ്രതിനിമിഷം നീയാളും ഇതാ പ്രേമം നീയോ പ്രിയ, നിറയും നീ ലോകം നോക്കിൻ കാവ്യാർത്ഥം ചേർന്നേതോ കാലം നീയാണീ ജീവിതം. മനസ്സെ തേടിടാം നീ കനവിൽ കണ്ടതോ, നീ നെഞ്ചിലെത്തിയോ. ഈ സ്നേഹം പങ്കിടാം. ഈ രൂപം തീ പോലെ നീ കനവിൽ കണ്ടുവോ നായികേ. സ്വപ്ന, ഇവിടെ എന്താ നടക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. നീ ആരാ? നീ പ്രേതമാണോ? എന്നെ ക്ഷമിക്ക്, ഞാൻ പ്രേതം തന്നെയാ. ഞാൻ ചെയ്തതൊന്നും നാടകമല്ല, എന്റെ ആവശ്യത്തിനാ. ആവശ്യത്തിനോ? ആർക്ക് വേണ്ടി? എനിക്ക് വേണ്ടി. ആത്മാവിന് എന്നെ കൊണ്ട് എന്താ ആവശ്യം? ചില കാര്യങ്ങൾ പ്രേതങ്ങളെ കൊണ്ടല്ലാതെ മനുഷ്യരെ കൊണ്ടേ സാധിക്കൂ. ശാന്തി കിട്ടാതെ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന പ്രേതങ്ങൾക്ക് പക തീരുന്നവരെ പുനർജന്മം ഒന്നും കാണില്ല. അതൊക്കെ ശരി, പക്ഷെ നീ എങ്ങനെ മരിച്ചത്? അതിനെപ്പറ്റി പറയുന്നതിന് മുൻപ് എന്റെ കുടുംബത്തെ പറ്റി പറയണം. അമ്മ, അച്ഛൻ,